Hey guys, welcome back to our channel. അപ്പോൾ ഇത് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഒരു മിനിയേച്ചർ ചെറി ബ്ലോസം ട്രീ ആണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പറും കുറച്ച് ചുള്ളിക്കമ്പും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെയൊന്നുമില്ല. കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ചെങ്കിലും മെനക്കേടുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്ക് ശരിക്കും വേർത്തിട്ടാണ്. കാരണം ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അത്രയ്ക്ക് അടിപൊളിയാണ്. ഉറപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട്. ആദ്യം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ പിന്നെ ആദ്യം ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ്, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എനിക്ക് ബാക്കി നമ്മൾ ബ്രഷ് പെന്നൊക്കെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ മെത്തേഡാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പേപ്പറെല്ലാം നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇനി എങ്ങാനും അങ്ങോട്ടൊന്നും കയറി ഇറങ്ങി പോയാലും വലിയ പ്രശ്നമില്ല, കാരണം ലാസ്റ്റ് അത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതെന്തായാലും ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലേ വരത്തുള്ളൂ. ഇതേപോലെ ഞാൻ കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സെയിം പെയിൻറ്റിങ് മെത്തേഡ് യൂസ് ചെയ്ത് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് ഞാൻ ലീഫും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് വേണം, അധികം വേണ്ട, കുറച്ച് മതി. ഇനി ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ശരിക്കും ഈ ചെറി ബ്ലോസം നല്ലതായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. നല്ല ഭംഗിയാണ് റോഡിലൊക്കെ കാണാനായിട്ട്. ഇതിങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. റോഡിൻ്റെ 2 സൈഡിൽ ഇതിങ്ങനെ പൂത്ത് നിൽക്കും. പക്ഷെ നമ്മൾ എത്ര അതിൻ്റെ ചോട്ടിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാലും പൂക്കളെല്ലാം മുകളിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു സുഖം എത്ര എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഫോട്ടോയിൽ കിട്ടത്തില്ല. പിന്നെ ഇതാ ഇതുപോലൊരു ചുള്ളിക്കമ്പെടുത്ത് അതിലോട്ട് കുറച്ച് ഫെവിക്കോൾ നല്ലതായിട്ട് തേച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഓരോ ഫ്ലവറും പെറുക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ 3 കമ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എടുക്കുമ്പം കുറച്ച് നല്ല ബ്രാഞ്ചസ് ഉള്ള ചെറിയ ചെറിയ കമ്പ് നോക്കിയിട്ട് എടുക്കുക. ബ്രാഞ്ചസുകൾ നല്ലതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ലുക്ക് അതിന് കിട്ടത്തുള്ളൂ. എനിക്ക് കിട്ടിയത് ഏത് ചെടിയുടെ കമ്പാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇതിന് ബ്രാഞ്ചസിന് പകരം നിറയെ മുള്ളുകളായിരുന്നു. എന്തായാലും ആ മുള്ളിൻ്റെ അവിടെയൊക്കെ ഞാൻ പൂക്കളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഇപ്പോൾ ബ്രാഞ്ച് പോലെ തന്നെ ഇരുന്നോളൂ. പിന്നെ ഇത് 3ഉം കൂടെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു പോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. പോട്ടിലൊരു സക്കലൻ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതെന്തായാലും സമാധിയായി. പിന്നെ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന കുറച്ച് വേസ്റ്റ് പീസ് പൂക്കൾ കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആ പോട്ടിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഈ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അത്ര ക്ലിയർ അല്ല, എന്നാലും കാണാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.